നമസ്കാരം. നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് തിരിച്ച് നേരെ നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും പഴയ ഉത്കൃഷ്ട കോച്ചുകൾ ഉപയോഗിച്ച് ഓടുന്ന ഒരു ജനശതാബ്ദി ഉണ്ട്. അതെ, അത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയാണ്. അതിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങൾ ഇവിടെ സ്റ്റാച്യു ജംഗ്ഷനിലാണ് റൂം എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണിത്. ഒരു ദിവസത്തേക്ക് 800 രൂപയാണ് വാടക വന്നത്. എന്നാ പിന്നെ രാവിലെ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയേക്കാം. സമയം 4:55 ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓവർ ബ്രിഡ്ജിന്റെ ഭാഗത്തെത്തി. നേരെയാണ് കിഴക്കേക്കോട്ട, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ നേരെയാണ്. നമ്മൾക്കിനി പോകേണ്ടത് ഈ ഇടത് ഭാഗത്തേക്കാണ്, തമ്പാനൂര്. ഇവിടുന്ന് ഇനിയിപ്പോൾ വളരെ അടുത്ത് തന്നെയായി റെയിൽവേ സ്റ്റേഷൻ. രാവിലെ തന്നെ ഞങ്ങൾ നടക്കാൻ തന്നെ കരുതി, കാരണം ഒരു ഉന്മേഷം കിട്ടുമല്ലോ, പിന്നെ ചെറിയ രീതിയിൽ ഒരു തണുപ്പുമുണ്ട്. അങ്ങനെ നടന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തിയ ഇപ്പൊ കറക്റ്റ് 5 മണിയായി. ഈ സമയത്ത് ഒരുപാട് വണ്ടികളുണ്ട് രാവിലെ പുറപ്പെടാൻ. 5:15 കാസർഗോഡിലേക്കുള്ള വന്ദേ ഭാരത് ഉണ്ട്, 5:20 വേണാടുണ്ട്, 5:55 നമ്മുടെ ട്രെയിൻ പുറപ്പെടുക. പിന്നെ ഇവിടുന്ന് തന്നെ RCCയിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാം, എന്നിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ പുറപ്പെടുക എന്ന് നോക്കാം. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമ്മുടെ വണ്ടി ഓൾറെഡി വന്നു. ഇതിന്റെ SL2 കോച്ചാണ്. ഈ കോച്ചിന്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. അതായത് ഏറ്റവും പുറകിലത്തെ ഒരു കോച്ചാണ്. SL2 ഉണ്ട്, SL1 ഉണ്ട്. നോർമലി സെക്കൻഡ് സീറ്റിംഗ് പോലെ തന്നെയാണ് ഇതിന്റെ സീറ്റിംഗ് പൊസിഷനൊക്കെ. പലരും പറഞ്ഞിട്ടുണ്ട് സ്ലീപ്പർ ക്ലാസ് പോലെയാണോ ഈ SL2 എന്ന്. അത് ആ ഒരു എഴുത്ത് പെട്ടെന്നായതുകൊണ്ട് ചിലർക്കുള്ള ഒരു സംശയമാണ്. നോർമലി ഇതുപോലെയുള്ള കോച്ചുകൾ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നോർമലി D17 ഇത് ഇവിടെയൊക്കെ കോച്ചിന്റെ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ ട്രെയിനിന്റെ നമ്പർ 120/76 പിന്നെ ഈ ട്രെയിനാകെ 19 സെക്കൻഡ് സീറ്റിങ്ങുകളാണുള്ളത്. അതിൽ തന്നെ SL1 ഉണ്ട്, SL2 ഉണ്ട്. ഇത് D17. അതുപോലെ തന്നെ 3 ചെയർകാറുകളാണ് ആകെ ഉള്ളത്. പിന്നെ ഇവിടെ കോച്ചിന്റെ പുറത്ത് മുഴുവനും നല്ല ആഡാണ്, പരസ്യം. ഇത് കൂടുതലും സിനിമ, സീരിയലുകൾ, അങ്ങനത്തെ പലതൊക്കെയാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് D2 ആണ്, ഏറ്റവും മുന്നിലാണത്. ഇത് D4 ഇത് D3. ഇതിന്റെ അപ്പുറത്തുള്ള തന്നെയാണ് നമ്മുടെ കോച്ച്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വേണാടിന്റെ അനൗൺസ്മെന്റാ. ഇതാണ് നമ്മുടെ കോച്ച്. D2 കോച്ചിലെ ഡോറുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ D3യിലേക്ക് തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുവഴി കയറാം. 2010 നിർമ്മിച്ച കോച്ചാണിത്. ഈ കയറിയ ഉടനെ തന്നെയുള്ള ഇവിടെ തന്നെയാണ് നമ്മുടെ സീറ്റുകൾ. കയറി വരുന്ന ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ സീറ്റുകളൊക്കെ 102ഉം 103ഉം. അതായത് ഒരു വിൻഡോ സീറ്റും ഒരു മിഡിൽ സീറ്റും. അതെന്തായാലും അടിപൊളിയായി. അപ്പോൾ ഇതിന്റെ അകത്തെ കാഴ്ച ഇങ്ങനെയാണ്. സീറ്റിംഗ് പൊസിഷനൊക്കെ 3x3 ആണ്. അപ്പോൾ ഈ ഓരോ സീറ്റിന്റെ പുറകിലും ഇതുപോലെയുള്ള ടേബിളൊക്കെ ഉണ്ട്. വളരെ പഴയ കോച്ചാണല്ലോ. പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അവിടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇത് പുഷ് പാക്കിംഗ് സീറ്റൊന്നുമല്ല. പിന്നെ കുറച്ചിങ്ങനെ എടുക്കുമ്പോൾ ഈ ഭാഗത്താണ് ഒരു ടേബിളൊക്കെ ഉള്ളത്, അതായത് ഈ ഒരു നടുഭാഗത്ത്. ആൾക്കാരൊക്കെ കയറി തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ കോച്ചിൻ്റെ ഇവിടെയൊക്കെ D2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് ട്രെയിനിലേക്ക് കയറുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 ആഴ്ച മുന്നെയാണ്. ആ സമയത്തൊക്കെ ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇതിൽ ബുക്കിംഗ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് സെക്കൻഡ് സീറ്റിംഗിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 200 രൂപയാണ്. ഇന്ന് കോഴിക്കോട് ജനശതാബ്ദിന്റെ ലോക്കോ അറക്കോണം ലോക്കോ ഷെഡിന്റെ WP4 ആണ്. അപ്പോൾ കോഴിക്കോട് വരെ ഇത് തന്നെയാണ്. പിന്നെ ഇവിടെയുള്ളത് ഇന്ന് രാവിലെ മുംബൈയിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 120/76 തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ ഷൊർണൂർ ജംഗ്ഷൻ വഴി കോഴിക്കോട് വരെ പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 12076 तिरुवनंतपुरम सेंट्रल से एलएनटी शोरनूर होकर कालीकट तक जाने वाली जनशताब्दी एक्सप्रेस तिरुवनंतपुरम सेंट्रल प्लेटफॉर्म नंबर 5 पर खड़ी है. Your attention please. Train number 12076
തിരുവനന്തപുരം സെൻട്രൽ കാലിക്കറ്റ് ജനശതാബ്ദി എക്സ്പ്രസ്. തിരുവനന്തപുരത്ത് നിന്ന് കറക്റ്റ് 5:55 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തു. തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും ഇടയിൽ ഈ ട്രെയിൻ ആകെ 10 സ്റ്റോപ്പുകളാണുള്ളത്. ഇവിടെയുള്ളത് കന്യാകുമാരി, മംഗളൂരു, പരശുറാം. ഇതിനിപ്പോൾ രാത്രിക്ക് മംഗളൂരു എത്തുള്ളൂ. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊന്നും വലിയ തിരക്കില്ല. ഈ ട്രെയിനിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൽ കയറണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് വരണമല്ലോ. ഈ കയറി ഉടനെ തന്നെ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. തിരുവനന്തപുരം കഴിഞ്ഞതിന് ശേഷം ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ വർക്കല ശിവഗിരി. 6:32 നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ്റെ നവീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കലയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇതാ കയറാനുണ്ട്. സ്റ്റേഷൻ്റെ ആ ഒരു പണികളൊക്കെ ഇതാ ഇവിടെയാണ്. ഇവിടെ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തും നവീകരണമൊക്കെ കാണാം. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അടുത്തതാണ് ഇനി കൊല്ലം. ട്രെയിൻ ഇപ്പോൾ 110-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്കൃഷ്ട കോച്ചുകളുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് 110 അതിൻ്റെ മുകളിൽ ഇത് പോവില്ല. പിന്നെ മാത്രമല്ല, 110-ലേക്ക് പോകുമ്പോൾ കോച്ചിൽ നല്ല വൈബ്രേഷനാണ്. ഈ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ മാവേലി, മലബാർ എക്സ്പ്രസ്സിലൊക്കെ യാത്രയും പറയാം. രാത്രിയിൽ ഈ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോൾ ബെർത്തുകൾക്ക് എന്ത് വൈബ്രേഷൻ ആയിരിക്കും എന്നറിയോ. ട്രെയിൻ ഇപ്പം ഏകദേശം കൊല്ലത്തെത്താനായിന്നാ തോന്നുന്നത്. ഇതാ സ്പീഡ് കുറഞ്ഞു. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ഉള്ള വലിയൊരു വളവ്. ഈ വളവ് കഴിഞ്ഞെത്തുന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാ ഇവിടെയാണ്. ട്രെയിൻ വന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. പെരുമൺ ബ്രിഡ്ജ്, അഷ്ടമുടിക്കായൽ. ഇതൊരു ബോട്ടൊക്കെ ഉണ്ട്, സർക്കാർ ബോട്ട്. ഈ ട്രെയിനിൻ്റെ അകത്ത് ഓൺബോർഡ് കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. ഇഡ്ഡലിയും ദോശയൊക്കെ വരുന്നത് കാണാം. ഇതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കയറ്റത് തന്നെയാണ്. 7:34 ട്രെയിൻ ഇപ്പോൾ കായംകുളം ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇവിടെ നിന്നിപ്പോൾ ഗുരുവായൂർ, തിരുവനന്തപുരം ഇൻ്റർസിറ്റി എടുത്ത് പോയതേ ഉള്ളൂ. ജനശതാബ്ദി എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എറണാകുളം, തിരുവനന്തപുരം, വഞ്ചിനാട് വന്ന് കിടപ്പുണ്ടേ. ഇതിനെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഗുരുവായൂർ, തിരുവനന്തപുരം ഇൻ്റർസിറ്റി ഓവർടേക്ക് ചെയ്തത്. വേണാട് എക്സ്പ്രസ് നേരെ കോട്ടയം വഴി പോയി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവുക ആലപ്പുഴ വഴിയാണ്. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായത്.
ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് തന്നെ വാങ്ങിച്ചേ ഇഡ്ഡലി വടയാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിന് 40 രൂപയായി. ഇതിനിപ്പോൾ ഇതിൽ വെച്ച് കഴിക്കാം. ഇത് കുറച്ച് പ്രശ്നമാണ്, ഇതിൽ വെച്ച് കഴിക്കാൻ പറ്റൂല. ഇതിങ്ങനെ താഴോട്ട് പോകും, കാരണം ഇത് ഈ ഒരു പൊസിഷനിലാണ് വേണ്ടത്. ഇതൊക്കെ മൊത്തത്തിൽ ഇളകില്ല. നവീൻ്റെ പിന്നെ ഇവിടെ അല്ലേ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കേണ്ടത്. ഇതിപ്പോൾ താഴോട്ടാകുമ്പോൾ ഇതാ ഇതിവിടെ നിന്ന് എല്ലാം ഇങ്ങനെ ഉരുണ്ട് താഴോട്ട് വരും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം. ഇതിൽ 3 ഇഡ്ഡലിയും 1 വടയാണ് ഉള്ളത്. ചട്നിയുണ്ട്, സാമ്പാറുണ്ട്. ഞാനിവിടെ ഇത് കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കഴിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. 8:05 ട്രെയിൻ ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ആലപ്പുഴയിൽ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ആലപ്പുഴയിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചല്ലോ, ഭക്ഷണമൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രെയിനിലത്തെ സീറ്റുകളൊക്കെ ഓക്കെയാണ്, പൊസിഷനൊക്കെ നല്ല രസമാണ്, ഇരിക്കാനൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ ഒരു ടേബിളിൻ്റെ പ്രശ്നം മാത്രമാണുള്ളത്. അറിയാമല്ലോ, വർഷം കുറേയായി ഈ ഒരു കോച്ചൊക്കെ ഇപ്പം നിർമ്മിച്ചിട്ട് തന്നെ. വേറൊരു ജനശതാബ്ദി ഉണ്ട്, കണ്ണൂർ തിരുവനന്തപുരം. അതിൻ്റെ സീറ്റിൻ്റെ കാര്യം പറയുന്നില്ല. ഇല്ല, അതാണെങ്കിൽ മിക്കവാറും എന്താ പറയുക, ഈ ടേബിളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഫേസ് ടു ഫേസ് എത്ര ഗ്യാപ്പും വരുന്നുണ്ട്. അതാണ്, അത് പറ്റുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ LHP ആക്കുവാണെങ്കിൽ ആ ഒരു സീറ്റിംഗ് പൊസിഷനോട് ഒരു താല്പര്യമില്ല. ഇതുപോലെയുള്ള, അതായത് വേണാടില്ലേ, അതിനെപ്പോലത്തെ ഒരു പുഷ് ബാക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സീറ്റിംഗ് പൊസിഷനായിരുന്നു വേണ്ടിയിരുന്നത്. 8:30 ട്രെയിൻ ഇപ്പോൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. നമ്മുടെ ഈ ഒരു D2 കോച്ചിൽ മുഴുവനും പരസ്യമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞില്ലേ. ഇവിടെ നന്ദലത്ത് G-Martൻ്റെ ഒരു പരസ്യമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കാരണം ഇപ്പോൾ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ വണ്ടി എത്താനായി. ഇവിടെ ഇപ്പോൾ വരാനുള്ള വണ്ടി എറണാകുളം ആലപ്പുഴ മെമു ആണ്. ഈ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് സിംഗിൾ ലൈനാണ്. അതാണ് ഇപ്പോൾ ഇവിടെ വണ്ടി കുറച്ചു നേരം പിടിച്ചിടുന്നത്. ഇവിടെ പുതിയ പാലത്തിൻ്റെ പണികൾ നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് കയറുകയാണ്. ഈ കായലിൻ്റെ അപ്പുറം എറണാകുളമാണ്. കുമ്പളത്തൊരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. നേരത്തെ ചേർത്തലയിൽ മെമു വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തല്ലോ, അപ്പോൾ വണ്ടി കുറച്ച് ഡിലേ ആയി. കുമ്പളത്ത് ഇവിടെ അമൃത്സർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഉണ്ട്. ഈ അമൃത്സർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിൽ ഞങ്ങൾ മുഴുവൻ യാത്ര വന്നിട്ടുണ്ട്. ഒരു 3 വർഷങ്ങൾക്ക് മുന്നെയാണ്. അമൃത്സർ നിന്ന് തിരുവനന്തപുരം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ RAC. ഒരു 1.5 യാത്രയായിരുന്നു. കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണിത്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി അതെടുത്തു. ഇന്ന് ജനശതാബ്ദി എല്ലായിടത്തും നിർത്തുകയാണല്ലോ. എങ്ങനെ ഇതും ഇവിടെ കുറേ നേരമായി വന്നിട്ട്.
ഇവിടെ ഡബിൾ ലൈനിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് സിഗ്നൽ കിട്ടി. 9:26 ട്രെയിൻ ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങാൻ ഒരുപാട് പേരുണ്ടാവും, അതുപോലെ തന്നെ കയറാനും ഉണ്ടാവും. എറണാകുളം ജംഗ്ഷനിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെയുള്ളത് എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിൻ്റെ ഒരു MT റേക്കാണ്. ഇനി ഈ ഒരു ജനശതാബ്ദി എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് തിരുവനന്തപുരം തന്നെയാണ്. ഇതിനാകെ ഒരു സിംഗിൾ റേക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ഓടുന്ന വണ്ടി കൂടെയാണ്. ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടി തുടങ്ങിയത് 2002 നവംബർ മാസത്തിലാണ്. പിന്നീട് ആ ഒരു സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയാണ് സർവീസ് ഉണ്ടായത്, അതായത് ഈ സ്റ്റേഷൻ വരെയാണ് ഉണ്ടായത്. പിന്നീട് 7 വർഷം കഴിഞ്ഞിട്ട് 2009 ഈ വണ്ടി എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങനെ എറണാകുളം ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ആലുവ. എറണാകുളത്തിൻ്റെ ലോക്കോയാണിത്. എറണാകുളം ഡീസൽ ലോക്കോ ഷെഡാണിത്. ഇതിപ്പോൾ അടച്ചു പൂട്ടുന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ പാസഞ്ചറാണ്. ഇവിടെ ഒരു കർണാടകയുടെ സാരിക ബസ് കാണാം. ഇത് ഹാസനിലേക്ക് പോകുന്ന വണ്ടിയാണ്. KSRTCയുടെ ലിങ്ക് ബസ്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ഒരുപാട് തമിഴ്നാട് ബസ്സുകളൊക്കെ നമുക്കിവിടെ കാണാം. തൃശ്ശൂർ. മഴക്കാലത്താണ് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച കാണേണ്ടത്. സെക്കൻഡ് സീറ്റിങ്ങിന് ചാർജിങ് പോയിന്റ് ഉള്ളത് ഈ ഭാഗത്താണ്, അതായത് ഡോറിൻ്റെ ഭാഗത്ത്. 4 പോർട്ടുകളാണ് ഈ കോച്ചിൽ ആകെ ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ ആലുവയിലെത്തി. ഇവിടെ 2 മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഒരു ലാൻഡിങ്, അത് പൊളിച്ച്. ഇവിടെ ആകാശ എയർ കാണുക. റൺവേയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അത് വന്നതല്ലേ ഉള്ളൂ. പക്ഷെ എന്തായാലും പൊളിച്ചത്. ഇവിടെയാണ് പുതിയ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. കറക്റ്റ് ടൈം തന്നെ, അതാണ്. ഇവിടെ മുഴുവനും സോളാർ പാനലുകളാണ്. പത്ത് 47 ട്രെയിൻ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. വള്ളത്തോൾ നഗറിൽ വെച്ചിതാ തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ഭാരതപ്പുഴ. ഇവിടെ താഴെ എന്തൊക്കെയോ വർക്കുകളൊക്കെ കാണാം. സമയത്ത് അവിടുത്തെ ഒരു പൊടി കണ്ടോ?
പിന്നെ ഒരു വലിയൊരു വളവാണ്. നമ്മളങ്ങനെ ഷൊർണൂർ ലൈനിലേക്ക് കയറുകയാണ്. ഇത് നേരെ ഒറ്റപ്പാലം, പാലക്കാട്, കോയമ്പത്തൂർ. 11:24 ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ്റെ കോഡ് SRR. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ എം ടി തന്നെയാണ്, കാരണം ഇപ്പം വണ്ടികളൊന്നും തന്നെ ഇല്ല ഇവിടെ. ഇത് 7-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുന്നേ തിരൂരും കൂടെ സ്റ്റോപ്പുള്ളൂ. പിന്നെ ഇവിടെ തന്നെ AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. ഇത് അടിപൊളി ഒരു സെറ്റപ്പാണ്. ഷൊർണൂരിൽ നിന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. എല്ലാ കോച്ചിലേക്കും വെള്ളമൊക്കെ ഇതാ ഫില്ല് ചെയ്യുന്നത് കാണാം. 12:10 ട്രെയിൻ ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ ഇവിടെ നിന്നൊന്നും കയറാൻ ആൾക്കാരുണ്ടാവില്ല, കാരണം അടുത്ത സ്റ്റോപ്പ് തന്നെയാണല്ലോ കോഴിക്കോട്. തിരൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷനാണ്. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേഷനായി മാറി തിരൂർ. ട്രെയിൻ ഇപ്പോൾ താനൂർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടുന്നൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യുകയാണ്. കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഈ ട്രെയിന് കോഴിക്കോട് വന്നിറങ്ങിയാൽ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഉപകാരമാണ്. ഒരു കണക്ഷൻ ട്രെയിൻ. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്നും 399 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 12:54. ഇവിടെ 1 മണിക്കാണ് വണ്ടി എത്തേണ്ടത്. നേരത്തെ തന്നെ എത്തി. 7 മണിക്കൂറാണ് നമ്മൾ ആകെ എടുത്ത ഒരു യാത്രാ സമയം. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ തന്നെയാണ് ഈ ട്രെയിൻ കൂടുതലും വരിക. ഇത് LHP കോച്ച് ആയിരുന്നെങ്കിൽ ഓരോ സീറ്റിൻ്റെയും മുകൾ ഭാഗത്തായിട്ടാണ് ചാർജിങ് പോയിന്റുകളൊക്കെ ഉണ്ടാവുക. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ ഡോറിൻ്റെ ഭാഗത്താണ് ഇപ്പം നിലവിൽ ഉള്ള ആ ഒരു ചാർജിങ് പോയിന്റുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു ഭാഗമാണിത്. ഇപ്പം നിലവിൽ ഇവിടെ നവീകരണമാണ്. അതായത് ഇതാ ഈ ഭാഗത്തേക്ക് അതിൻ്റെ ആ ഒരു പണികളൊക്കെ നടക്കുന്നത് കാണാം. നേരെയാണ് ഇനിയിപ്പോൾ ടൗൺ ഭാഗം. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ റെൻ്റ് ബൈക്ക് സംവിധാനം ഉണ്ട്. അതായത് നിങ്ങൾ വൺ ഡേ കോഴിക്കോടേക്കൊക്കെ ട്രെയിനിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ വണ്ടികളൊക്കെ എടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഇവിടുന്ന് കണ്ണൂർ, കാസർഗോഡേക്ക് പോകാനുള്ള ആദ്യത്തെ ട്രെയിൻ ഉള്ളത് 1:20-നാണ്. നമ്മൾ നേരത്തെ ഓവർടേക്ക് ചെയ്ത് വന്നല്ലോ, അതായത് കോയമ്പത്തൂരിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്കൊന്ന് എക്സ്പ്രസ്. അതിൽ ഞങ്ങൾ പോകുന്നില്ല. അതിന് ശേഷം ഒരു വണ്ടിയുണ്ട്, അത് 2:15-നാണ് ഇവിടെ എത്തുക. അതായത്
ചെന്നൈ എഗ്മോറിന്ന് മംഗളൂരു സെൻട്രലിലേക്ക് വന്ന എക്സ്പ്രസ്. അതിൽ ഞങ്ങൾ സ്ലീപ്പർ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വന്ന ജനശതാബ്ദി ഇല്ലേ, ഇത് ഇവിടുന്ന് 1:45 പുറപ്പെടുക. കറക്റ്റ് 1:45 തന്നെ ജനശതാബ്ദി ഇതാ ഇവിടുന്ന് പുറപ്പെട്ടു. ഇവിടെ ഈ വണ്ടി അധികം നേരമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. കറക്റ്റ് ഒരു 1 മണി സമയത്ത് തന്നെ എത്തി. ഒരു 45 മിനിറ്റ്. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ വരികയാണേ. കൂടുതലും അൺറിസർവ്ഡിൽ കയറാൻ തന്നെയാണ്. ട്രാക്കൊക്കെ മുറിച്ച് കിടക്കുന്നുണ്ട് ഒരുപാട് പേര്. SS6 ആണ് നമ്മുടെ കോച്ച്. 51, 54 രണ്ടും അപ്പർ ബർത്താണ്. വണ്ടി ഇന്ന് കുറച്ച് ഡിലേ ആണ്. റോയാബേരത്തിൻ്റെ WB7. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിനിപ്പോൾ കൊണ്ടുവരും. ട്രെയിനിൽ കയറി അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം കൂടെ കൊണ്ടുവന്ന് തന്നു. ഇത് ചിക്കൻ ബിരിയാണിയാണ്. ഇത് ഓർഡർ ചെയ്തത് ടോഫോം റെസ്റ്റോറൻറ്റ് എന്നാണ്. ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഇതൊക്കെ നോക്കാം. പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ ടോഫോം റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. 1975 എന്ന് പറഞ്ഞ് എഴുതിയതും കൂടെ കാണാം. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താകാം ഇത് ഓപ്പൺ ആയത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 3 ഐറ്റംസ് വേറെയും ഉണ്ട്. ഒരുപാട് വൈകിയല്ലോ, പെട്ടെന്ന് തന്നെ ബിരിയാണി കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. കാരണം വെളുപ്പിനെ ഉറങ്ങിയെഴുന്നേറ്റല്ലേ. ട്രെയിൻ ഇപ്പോൾ പയ്യന്നൂരൊക്കെ കഴിഞ്ഞു. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ട്രെയിനിന്നൊരു അരമണിക്കൂർ ഡിലേ ആണ്. മംഗളൂരു സെൻട്രലിനെ ലക്ഷ്യമാക്കി കൊണ്ടിതാ ട്രെയിൻ ഇവിടെ നിർത്തു. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ റൂഫിൻ്റെ പരിപാടികളാണ് നടക്കുന്നത്. നിലവിലിപ്പോൾ അങ്ങ് അവിടെയാണ് റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനിയിപ്പം ഇവിടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണ്. മഴക്കാലത്താണെങ്കിലും നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഇനിയിപ്പോൾ സുഖമായിട്ട് ഇവിടെയൊക്കെ കയറി നിൽക്കാമല്ലോ. നിലവിലിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി LHB ആയിട്ടില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആയേക്കാം. കാരണം പെട്ടെന്നാണ് നോട്ടിഫിക്കേഷനൊക്കെ വരിക. അതുപോലെ തന്നെ ഞങ്ങളുടേത് ഒരു വലിയ യാത്രയായിരുന്നു. നോർത്ത് ഈസ്റ്റ് ഒരുപാട് സംസ്ഥാനങ്ങൾ വഴിയുള്ള ഒരു ദീർഘയാത്രയായിരുന്നു. ഇനിയിപ്പോൾ നീലേശ്വരത്ത് നിന്ന് 30 കിലോമീറ്റർ യാത്രയുണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം പുതിയൊരു യാത്ര ഉടനെ തന്നെ ഉണ്ടാവും അല്ലേ? തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.